അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ ഒരുമിച്ച് കൂടൽ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസത്തിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ചിട്ടുള്ളത്. ഈ വിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസത്തിൽ അഅമാലുകളെ കൊണ്ട് ധന്യമാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസം നമ്മോട് സലാം ചൊല്ലി വിട പറയാൻ നിൽക്കുകയാണ്. ഈ ഉള്ള ദിവസങ്ങളിൽ നമ്മൾ നല്ല നല്ല അഅമാലുകൾ ചെയ്ത് നല്ല നല്ല രാവിനെ വരവേൽക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ പറയുന്ന പ്രയാസമാണ്. ധാരാളം ആളുകൾ വിളിച്ചു പറയുന്നതും വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നതും നേരിട്ട് ചികിത്സ തേടി വീട്ടിലേക്ക് വരുന്ന ആളുകൾ പറയുന്നതും തങ്ങളെ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, കടങ്ങളെ കൊണ്ട് പ്രയാസമാണ് തങ്ങളെ. വീട് പണി പൂർത്തിയായിട്ടില്ല, അതിൻ്റെ ടെൻഷനാണ്, അതാലോചിച്ചിട്ട് ടെൻഷനാകാണ്. മകളെ കല്യാണമുണ്ട്, മകളെ കല്യാണക്കാര്യം ആലോചിച്ചിട്ട് ടെൻഷനാവാണ്. അതിന് ഞാൻ എങ്ങനെ പണം സ്വരൂപിക്കും തങ്ങളെ, അതിന് ഞാൻ എങ്ങനെ പണം കണ്ടെത്തും, കടം കൊണ്ട് മുങ്ങി നിൽക്കുകയാണ്. അങ്ങനെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വല്ലായ്മകളും പോരായ്മകളും പറയുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഇൻഷാ അല്ലാഹ്, പ്രയാസങ്ങളിൽ അകപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ അമൽ. എല്ലാവരും അത് മുറുകെ പിടിക്കുക, നെഞ്ചോട് ചേർത്ത് വെക്കുക. ഇൻഷാ അല്ലാഹ് ഒരു പ്രയാസങ്ങളോ ഒരു ബുദ്ധിമുട്ടുകളോ ഒരു വല്ലായ്മകളോ ഒരു പോരായ്മകളോ ഇൻഷാ അല്ലാഹ് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഉള്ളവർ ഇൻഷാ അല്ലാഹ് ഈ അമൽ ഇൻഷാ അല്ലാഹ് ചെയ്യുക. ഈ ദുആ എപ്പോഴും പതിവാക്കുക ഇൻഷാ അല്ലാഹ്. എന്താണ് എല്ലാവരുടെയും പ്രയാസങ്ങള്? കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകള്, മക്കളെ കല്യാണക്കാര്യം ആലോചിച്ച് പ്രയാസപ്പെടുന്ന ആളുകള്, ഭർത്താവിന്റെ ജോലിക്കാര്യങ്ങൾ ആലോചിച്ച് പ്രയാസപ്പെടുന്ന ആളുകള്, മകന്റെ ജോലിക്കാര്യങ്ങൾ പറഞ്ഞ് വിളിക്കുന്ന പ്രയാസപ്പെടുന്ന അതിന് ടെൻഷനാകുന്ന ആളുകള്, അത് വല്ലാ പ്രയാസങ്ങള് സൃഷ്ടിക്കുന്ന ആളുകള്, അങ്ങനെ ധാരാളം പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകളും വല്ലായ്മകളും പോരായ്മകളും ഇല്ലാത്ത ആളുകൾ ചുരുക്കമാണ്. ധാരാളം ആളുകൾ വിളിക്കാറുണ്ട്. ഓരോ ദിവസവും ധാരാളം കോളുകളാണ്. ഫോൺ അറ്റൻഡ് ചെയ്യാൻ തന്നെ സമയം കിട്ടാറില്ല. അത്രയും കോളുകളാണ്. പല ഭാഗങ്ങളിൽ നിന്നും, കേരളത്തിന് അകത്തും പുറത്തും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എൻ്റെ പ്രവാസികൾ വിളിക്കുന്ന ആളുകളുണ്ട്, ബുദ്ധിമുട്ടുകൾ പറയുന്ന ആളുകളുണ്ട്. ഓരോ പ്രയാസത്തിനും തങ്ങളെ വിളിച്ച് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്ന ആളുകൾ. എൻ്റെ ദ്വീപ് നിവാസികൾ, പല ദ്വീപിലുള്ള ആളുകൾ എന്നുമായി ബന്ധപ്പെടുന്ന വിളിക്കുന്ന, വീട്ടിലേക്ക് ചികിത്സ തേടി വരുന്ന ആളുകൾ, അവർക്കൊക്കെ പറയാനുള്ളത് പ്രയാസമാണ് തങ്ങൾ. ഇതിന് ഞങ്ങൾ എന്താണ് ചൊല്ലേണ്ടത്? ഞങ്ങൾ ദായിമാക്കേണ്ട ഒരു ദിക്ർ അല്ലെങ്കിൽ ഒരു ദുആ തങ്ങൾ പറഞ്ഞു തരണം, തങ്ങളെ മജ്ലിസിലൂടെ പറഞ്ഞു തരണം. എപ്പോഴും എന്താലോചിച്ചിട്ടും പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുപോകുന്നില്ല തങ്ങളെ. അതിൽ ആലോചിച്ച് മാനസികമായ വിഭ്രാന്തികൾ ഉണ്ടാകുകയാണ്. അതിനു വേണ്ടി മാനസിക ഡിപ്രഷനുള്ള മെഡിസിൻ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വിളിച്ചു പറയുന്ന ആളുകൾ. പ്രായം അത്രയേ ആയിട്ടുള്ളൂ, ചെറിയ പ്രായത്തിൽ തന്നെ മാനസികമായ അസുഖത്തിന് വേണ്ടി മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ടെൻഷനായിട്ട് പലതും ആലോചിച്ചിട്ട്, വീട്ടിലെ കാര്യം ആലോചിച്ചിട്ട് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കാര്യം ആലോചിച്ചിട്ട് ടെൻഷനായി ഫിക്റായി ആലോചിച്ച് മാനസിക ഗുളികയിൽ, മാനസിക രോഗത്തിൻ്റെ മെഡിസിനിൽ എത്തി നിൽക്കുന്ന ആളുകൾ. അവർക്കൊക്കെ വേണ്ടിയുള്ള അമലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ പറയുന്നത്. നീട്ടിക്കൊണ്ടു പോകുന്നില്ല.
ഞങ്ങൾ എത്രയും പ്രയാസം, ഏത് തരം പ്രയാസമുള്ള ആളുകളാണ് ഞങ്ങൾ ചൊല്ലേണ്ടത് എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് അവരെ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് എന്നുമായി ബന്ധപ്പെടുന്ന വിളിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങൾ ഞാൻ ഇതിൽ നിന്ന് പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ ധാരാളം ആളുകൾ ഓരോ ആഴ്ചയും വീട്ടിലേക്ക് വരുന്ന പ്രയാസങ്ങൾ പറയുന്ന ആളുകൾ ധാരാളമുണ്ട്. അവർക്ക് പറയാനുള്ളത് ധാരാളം പ്രതിസന്ധികളും പ്രയാസവുമാണ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ തങ്ങളെ വീടില്ല, ഒരു ഭവനം സ്വന്തമായിട്ടില്ല. അതിന് തങ്ങൾ ദുആ ചെയ്യണം, തങ്ങൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ഒരു ഭവനം, കുറേ ആളുകൾ പറഞ്ഞൊരു പ്രയാസമായതുകൊണ്ട് ഒരു വീട്, നമുക്കൊരു സ്വന്തമായിട്ടൊരു വീട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അതിനുള്ള മാർഗം പടച്ച റബ്ബ് എങ്ങനെ എളുപ്പമാക്കി തരും, അതിനുള്ള ഒരു അമലാണ് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് കേൾക്കാനും ആ അമൽ സ്വീകരിക്കാനും ഒരു നല്ലൊരു ഭവനം അല്ലാഹു നമുക്ക് നൽകാനും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അങ്ങനെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ തങ്ങളെ ഒരു വീടില്ല, തങ്ങൾ ദുആ ചെയ്യണം. മക്കളെ പ്രയാസങ്ങൾ പറഞ്ഞ്, ഭർത്താവിന്റെ പ്രയാസങ്ങൾ പറഞ്ഞ്, വീട്ടിലെ പ്രയാസങ്ങൾ പറഞ്ഞ്, സിഹർ പോലുള്ള കണ്ണേറ് പോലുള്ള പ്രയാസങ്ങൾ പറഞ്ഞ് വിളിക്കുന്ന ആളുകൾ, അതുമായി ബന്ധപ്പെടുന്ന ആളുകൾ, ചികിത്സ തേടുന്ന ആളുകൾ, എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. അങ്ങനെ പ്രയാസത്തിൽ അകപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ എന്താണ് ചൊല്ലേണ്ടത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദുആ. ഹബീബായ തങ്ങൾ എന്ത് പ്രയാസം വന്നാലും, എന്ത് പ്രതിസന്ധി വന്നാലും, മല പോലെ വരുന്ന പ്രയാസത്തെ മഞ്ഞ് പോലെ ദൂരീകരിക്കാൻ കഴിയുന്ന ഏറ്റവും മഹത്തമായ, ഏറ്റവും ഫളായിലുള്ള ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ച ദുആ ആണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊരു വിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസത്തിൽ ഒരു ഗിഫ്റ്റായിട്ട്, ഒരു അമലായിട്ട് ഞാൻ പറയുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇത് മുറുകെ പിടിക്കുക. കാരണം ഹബീബായ തങ്ങൾ ദുആ ചെയ്യുന്ന ദുആയാണ്. പ്രയാസങ്ങൾ വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ, വല്ലായ്മകൾ വരുമ്പോ, പോരായ്മകളെ പരിഹരിക്കാൻ ഇൻഷാ അല്ലാഹ് ഇതിനും വലിയൊരു ദുആ ഇല്ല. ഇൻഷാ അല്ലാഹ് ഇത് ഹബീബായ തങ്ങൾ ദുആ ചെല്ലുമായിരുന്നു, ഹബീബായ തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. ഈ ദുആ എന്താണ്? ആ ദുആ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദുആ ചെയ്യുക. നിങ്ങൾ എഴുതി വെക്കുക, നിങ്ങൾ പതിവാക്കുക, ഇൻഷാ അല്ലാഹ് ദായിമാക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഇൻഷാ അല്ലാഹ് ഈ ദുആ, ഈ സ്ക്രീനിൽ കണ്ട ഈ ദുആ നിങ്ങൾ പതിവാക്കി. ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രയാസങ്ങൾ അകറ്റി കിട്ടണം, നമ്മളെ വല്ലായ്മകൾ പരിഹരിക്കണം, പോരായ്മകളെ പരിഹരിക്കണം. ഇൻഷാ അല്ലാഹ് അതിന് വേണ്ടിയുള്ള ഒരു മരുന്നാണ് ഈ ദുആ. നമ്മുടെ എപ്പോഴും നമുക്ക് പ്രയാസം വരുന്ന സമയത്ത്, നമ്മൾ പ്രയാസത്തിൽ അകപ്പെട്ട് ജീവിക്കുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് ഈ ദുആ നിങ്ങൾ ദുആ ചെയ്യ്. എല്ലാ പ്രയാസങ്ങളും, മല പോലെ വന്ന പ്രയാസങ്ങൾ മഞ്ഞ് പോലെ അല്ലാഹു അകറ്റി തരും. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളാണോ, ഇൻഷാ അല്ലാഹ് ഈ ബുദ്ധിമുട്ട് നിൽക്കുന്ന ആ സമയത്ത് ഈ ദുആ ചെയ്താൽ അതിനുള്ള മാർഗം അല്ലാഹു എളുപ്പമാക്കി തരും. ഭർത്താവിന്റെ ജോലി, ഗൾഫിലേക്ക് പോയി തങ്ങളെ റൂമിലാണ്, ഇതുവരെ വിസ അടിച്ച് കിട്ടിയിട്ടില്ല, റൂമിലാണ് തങ്ങളെ, പ്രയാസമാണ്. ആ മനുഷ്യൻ എന്തെങ്കിലും നയിച്ചാലുള്ളൂ ഈ വീട്ടിലെ അടുപ്പൊന്ന് കത്തുകയുള്ളൂ തങ്ങളെ എന്ന് സങ്കടപ്പെട്ട് പറയുന്ന ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഭാര്യ ദുആ ചെയ്തോ, അല്ലാഹു സ്വീകരിക്കും, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ വിശുദ്ധമാക്കപ്പെട്ട ഈ ദിവസത്തിലാണ് ഞാൻ ഈ പറയുന്നത്, വിശുദ്ധമാക്കപ്പെട്ട മാസത്തിലാണ് ഞാൻ ഈ പറയുന്നത്. ഹബീബായ തങ്ങളെ നോട്ടമുള്ള മജ്ലിസിൽ നിന്ന്, ഹബീബായ തങ്ങളെ പേരക്കിടാവായ മഹാനായ ജമലുല്ലൈലി പാപ്പാന്റെ നോട്ടമുള്ള മജ്ലിസിൽ, ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിലെ അച്ചിയിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ച് കടലുണ്ടി തീരത്തെത്തിയ മഹാനായ ജമലുല്ലൈലി പാപ്പാന്റെ നോട്ടമുള്ള മജ്ലിസാണ്. ഞാൻ
എപ്പോഴും പറയുന്നതാണ്, ഞാൻ ആഴ്ചയിൽ മഹാനവറുകളെ മഖാമിൽ പോയി സിയാറത്ത് ചെയ്ത് ഈ മജ്ലിസിന് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. അവിടുത്തെ അനുഗ്രഹവും അവിടുത്തെ പൊരുത്തവും തേടാറുണ്ട് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ മജ്ലിസിൽ നിന്ന് നിങ്ങൾ എന്ത് സ്വീകരിച്ചോ അത് നിങ്ങൾക്കൊരിക്കലും പായാവൂല, ഒരിക്കലും നിങ്ങൾക്കത് വെറുതെ ആവൂല. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. നിങ്ങളെ പ്രയാസങ്ങൾ അകറ്റിക്കിട്ടും, നിങ്ങളെ ബുദ്ധിമുട്ടുകൾ അകറ്റിക്കിട്ടും, നിങ്ങളെ വല്ലായ്മകൾ അല്ലാഹു പരിഹരിക്കും, പോരായ്മകൾ അല്ലാഹു പരിഹരിക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു പരിഹരിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു അകറ്റി തരുമാറാകട്ടെ. ഈ വിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസത്തിൽ അമാലുകളെ കൊണ്ട് ധന്യമാക്കാൻ അല്ലാഹു ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ പ്രയാസങ്ങൾ ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്, ബുദ്ധിമുട്ടുകൾ നൽകല്ല അല്ലാഹ്, വല്ലായ്മകൾ അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്, പോരായ്മകളെ പരിഹരിക്കണേ അല്ലാഹ്, പരിഹരിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന ആളുകൾ ഓരോരുത്തർ വിചാരിക്കും, ഞങ്ങൾക്കൊന്നും ദുആ ചെയ്യുന്നില്ലല്ലോ, ഞങ്ങൾ കമന്റിൽ എഴുതി വിടുന്നുണ്ടല്ലോ, ഞങ്ങൾ ദുആ ചെയ്യണില്ല. എല്ലാവരുടെ കമന്റ് വായിക്കാറുണ്ട്. ദുആ ചെയ്യുമ്പോൾ ആരാണോ കമന്റിൽ രേഖപ്പെടുത്തിയത് അവരുടെയൊക്കെ പേരും അവരുടെ ഉദ്ദേശങ്ങളും ഈ മനസ്സിലുണ്ട്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുമ്പോൾ എല്ലാവരുടെ മുറാദുകൾ ഇൻഷാ അല്ലാഹ് കമന്റിൽ രേഖപ്പെടുത്തുക. വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ സമയമുണ്ടാകുന്ന സമയത്ത് റീപ്ലൈ ഞാൻ നൽകും. ഫോൺ വിളിക്കുന്ന ആളുകൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഒഴിവിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ അറ്റൻഡ് ചെയ്യും. ഏത് സമയത്തും ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. പിന്നെ ബിസിയാകുന്ന സമയത്ത്, മിസ് കോള് കാണുന്ന സമയത്ത് ഞാൻ തിരിച്ചു വിളിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അല്ലാഹുവേ നീ ഹാസിലാക്കി തരണേ അല്ലാഹ്, നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. നീ വീട്ടിലേക്ക് വരേണ്ട ദിവസം, നീ വീട്ടിലേക്ക് വരാനുള്ള ദിവസം ഇൻഷാ അല്ലാഹ് ഇനി റമളാൻ കഴിഞ്ഞിട്ടാണ്. ഈ റമളാൻ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വിളിക്കുന്ന ആളുകൾക്ക് ഡേറ്റ് ഞാൻ കൊടുക്കും. ഇൻഷാ അല്ലാഹ് ആ സമയത്ത് വീട്ടിലേക്ക് വരിക. പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അല്ലാഹുവേ നീ അകറ്റി തരണേ അല്ലാഹ്, അകറ്റി തരണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ. ഞാൻ പറഞ്ഞതുപോലെ മക്കളെ പ്രയാസങ്ങൾ പറഞ്ഞു, ഭർത്താവിൻ്റെ ജോലി പ്രയാസങ്ങൾ, മക്കളെ ജോലി പ്രയാസങ്ങൾ, വീടില്ല തങ്ങളെ ദുആ ചെയ്യണേ. ഒരു മകനില്ല, ഒരു കുഞ്ഞിക്കാല് കാണാൻ തങ്ങളെ ദുആ ചെയ്യണേ. മകളുടെ കല്യാണക്കാര്യം ശരിയാവാൻ തങ്ങൾ ദുആ ചെയ്യണേ. മകന്റെ കല്യാണക്കാര്യം ശരിയാവാൻ തങ്ങൾ ദുആ ചെയ്യണേ. അങ്ങനെ ധാരാളം പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, സിഹ്ർ, പൈശാചികമായ ഉപദ്രവങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ തങ്ങളെ ദുആ ചെയ്യണേ, തങ്ങളെ ദുആ ചെയ്യണേ. കടം കൊണ്ട് വീർപ്പ് മുട്ടിക്കിടക്കുകയാണ്, തങ്ങളെ ദുആ ചെയ്യണേ. മറന്നു പോകല്ലേ എന്ന് വിളിച്ച് പറഞ്ഞ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന ആളുകൾ, വിളിച്ചു പറയുന്ന ആളുകൾ, വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന ആളുകൾ, അല്ലാഹുവേ എല്ലാവരുടെയും സകലമായ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി തരണേ അല്ലാഹ്, നീ ഹാസിലാക്കി തരണേ അല്ലാഹ്, നീ ഹാസിലാക്കി തരണേ തമ്പുരാനെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ പറഞ്ഞ ആ അമൽ മുറുകെ പിടിക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ദുആ ചെയ്ത ദുആ ഒരിക്കലും വെറുതെ ആവൂലല്ലോ, ഒരിക്കലും അത് പായാവൂലല്ലോ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ദുആ ചെയ്യാൻ ആത്മാർത്ഥമായിട്ട്. നല്ല രാവിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്, നല്ല ദിവസത്തിലാണ്, നല്ല രാവിലാണ്. വിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസം നമ്മോട് സലാം ചൊല്ലി പിരിയാൻ നിൽക്കുകയാണ്. അടുത്ത റമളാൻ മാസത്തിൽ ഞാനാണോ നിങ്ങളാണോ ഒരിക്കലും പറയാൻ സാധ്യമല്ല. അല്ലാഹുവേ ഞങ്ങൾ ഒടുക്കത്തെ റമളാനാക്കല്ലോ അല്ലാഹ്, ഈ റമളാൻ ഒടുക്കത്തെ റമളാനാക്കല്ല തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് ഇൻഷാ അല്ലാഹ് ആമീൻ പറയാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ വിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസത്തിൽ ധാരാളം ആളുകൾ സ്വതക്ക ചെയ്യുന്ന ആളുകളുണ്ട് നമ്മളെ മജ്ലിസിലേക്ക്.
സംഭാവന ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ എല്ലാവരുടെയും സംഭാവന നീ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ദൂര സ്ഥലങ്ങളിൽ നിന്ന് സംഭാവന എത്തിക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ മജ്‌ലിസിന്റെ ഗൂഗിൾ പേ നമ്പർ ഞാൻ ഇൻഷാ അല്ലാഹ് ഇവിടെ ആഡ് ചെയ്യാം. അതിലേക്ക് സംഭാവനകൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നൽകാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു ഹദിയ നിങ്ങൾക്ക് നൽകാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. آمين. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا معيمن يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا رافع يا الله، يا مالك يا الله، يا سميع يا الله، يا سميع يا الله، يا سميع يا الله، يا ذا الجلال والإكرام، يا ذا الجلال والإكرام، يا ذا الجلال والإكرام. حسبنا الله نعم الوكيل، نعم المولى ونعم النصير. حسبنا الله نعم الوكيل، نعم المولى ونعم النصير. حسبنا الله نعم الوكيل، نعم المولى ونعم النصير. يا ودود يا ودود يا ودود يا الله. الرحم الراحمين يا രാജാതി രാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളുടെ ദുആനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളുടെ ദുആനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സലഫ് സ്വാലിഹീങ്ങൾ, ആബിദീങ്ങൾ, മുസന്നിഫീങ്ങൾ, മുഫസ്സിരീങ്ങൾ, മൺമറഞ്ഞു പോയ അല്ലാഹ് നിന്റെ ഔലിയാക്കൾ, ഇവരുടെയൊക്കെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ തട്ടിക്കളയല്ല അല്ലാഹ്, നീ ഖൈബാക്കി തട്ടിക്കളയല്ല അല്ലാഹ്, നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹ്, ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹ്. നെറ്റിത്തടം വിയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളെ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മരണപ്പെടും. ഉണക്കക്കട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തും. ഈ തടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കിൽ പഞ്ഞി തിരുകപ്പെടും. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാഹ്, മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ തമ്പുരാനെ. ഞങ്ങളെ വയ്യോരങ്ങളിലൂടെ ഞങ്ങളെ ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ ജനാസയെ പെടുത്തണേ അല്ലാഹ്. ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് അങ്ങ് ഇറക്കി വെക്കുന്ന സമയത്ത് ഖബറിൽ രക്ഷ നൽകണേ അല്ലാഹ്, ഖബറിൽ രക്ഷ നൽകണേ അല്ലാഹ്. നിന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്ത അമാലുകളെ ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്, ഖബറിൽ കൂട്ടാളിയാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അവരുടെ സകലമായ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കണേ അല്ലാഹ്, അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. തങ്ങളെ മജ്ലിസിൽ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹുവേ അല്ലാഹു അവരുടെ സകലമായ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. ഭർത്താവിൻ്റെ കാര്യം കൊണ്ട് പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ ഭർത്താവിന് ഖൈറായ ജോലി നൽകണേ അല്ലാഹ്, ഭർത്താവിന് അഭിവൃദ്ധി നൽകണേ അല്ലാഹ്, ഭർത്താവിൻ്റെ ജോലിയിൽ നീ ഖൈർ നൽകണേ തമ്പുരാനെ. ഭർത്താവിൻ്റെ ദുശീലങ്ങൾ മാറാൻ തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹുവേ നീ റാഹത്ത് കൊടുക്കണേ അല്ലാഹ്, എല്ലാ സകലമായ ദുശീലങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ അർഹമുർ റഹീമീനായ അല്ലാഹ് മക്കൾക്ക് നീ റാഹത്തായ ജോലി കൊടുക്കണേ അല്ലാഹ്, അല്ലാഹുവേ ജോലിയിൽ നീ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്, സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്.
മക്കളെ കല്യാണക്കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ ലാഹിക്കായ ഇണയെ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഖൈറായ കുടുംബ ജീവിതം നയിക്കാൻ അല്ലാഹു അവർക്ക് നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്, തൗഫീഖ് കൊടുക്കണേ തമ്പുരാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ മാരകമായ ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് പോലുള്ള രോഗം നീ കൊടുക്കല്ല അല്ലാഹ്, കൊടുക്കല്ല തമ്പുരാനെ. അതിൻ്റെ അണു അവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഇസാഅത്ത് മുതൽ നീ കരിയിച്ച് കളയണേ അല്ലാഹ്, നീ കരിയിച്ച് കളയണേ അല്ലാഹ്. ഊരവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അല്ലാഹുവേ ഇബാദത്തിന് പോലും തടസ്സപ്പെടുന്ന രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ല അല്ലാഹ്. കാലുവേദനയിൽ പ്രയാസപ്പെടുന്ന ആളുകൾ അല്ലാഹുവേ നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്. നീയാണ് ശാഫിഉ തമ്പുരാനെ, നീ ശിഫാ കൊടുക്കണേ തമ്പുരാനെ. കിഡ്നി സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ദുആ അല്ലാഹുവേ നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്. ലിവർ സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ നീ പരിപൂർണ ശിഫാ കൊടുക്കണേ തമ്പുരാനെ. ഹൃദയ സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്, ശിഫാ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ സ്റ്റോക്കും ബ്ലോക്കും ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്, ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാനെ. റഹ്മാനുർ റഹീമീനായ തമ്പുരാനെ അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ അല്ലാഹ്, ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ തമ്പുരാനെ. ധാരാളം ഡയാലിസിസ് രോഗികളുണ്ട്. അല്ലാഹുവേ നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്, നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്. മാറാത്ത തലവേദന ഒന്നും ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ്, ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കല്ല തമ്പുരാനെ. ഒരു കുഞ്ഞിക്കാര് കാണാൻ തങ്ങളെ ഞങ്ങൾക്ക് ഭാഗ്യമില്ലേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് വിളിച്ച് പറയുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ ഒരു കുഞ്ഞിക്കാല് കാണാൻ നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്, നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. പരീക്ഷയിൽ വിജയിക്കാൻ തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹുവേ പരീക്ഷയിലും പരീക്ഷണത്തിന് അവരെ വിജയിപ്പിക്കണേ അല്ലാഹ്, അവർക്ക് വിജയം കൊടുക്കണേ അല്ലാഹ്, വിജയം കൊടുക്കണേ അല്ലാഹ്. ഈ മാസത്തിൽ ഞങ്ങൾക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ്. അമാലുകൾ ഞങ്ങൾ ചെയ്ത അമലുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, അമലുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഖൈറായ നിലയിൽ സാക്ഷി നിൽക്കുന്ന റമളാൻ മാസത്തിൽ, ഈ റമളാൻ മാസത്തിനെ പെടുത്തണേ അല്ലാഹ്, പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്. തമ്പുരാനെ ഞങ്ങൾ അവസാനത്തെ ഒടുക്കത്തെ റമളാനാക്കി മാറ്റല്ലോ അല്ലാഹ്, ഈ റമളാൻ ഒടുക്കത്തെ റമളാനാക്കല്ലോ അല്ലാഹ്. ഇനിയും റമളാൻ മാസത്തിൽ പങ്കുചേരാനും അമലുകൾ ചെയ്യാൻ അല്ലാഹു ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ധാരാളം പ്രവാസികൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഒരു പ്രവാസിയെ നീ പ്രവാസ ജീവിതം നീ പ്രയാസകരമാക്കല്ലോ അല്ലാഹ്, ഒരു പ്രവാസിക്കും ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലോ അല്ലാഹ്, ദുരിതങ്ങൾ കൊടുക്കല്ലോ അല്ലാഹ്, ജോലി പ്രയാസങ്ങൾ കൊടുക്കല്ലോ അല്ലാഹ്, ജോലിയിൽ നീ റാഹത്ത് കൊടുക്കണേ അല്ലാഹ്, ഐശ്വര്യം കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുമായി ബന്ധപ്പെടുന്ന ധാരാളം പ്രവാസികളുണ്ട്. സൗദി അറേബ്യയിൽ നിന്നും ദുബായിൽ നിന്നും മറ്റുള്ള കൺട്രീസിൽ നിന്നും അല്ലാഹുവേ നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്, അവർക്ക് സലാമത്ത് കൊടുക്കണേ അല്ലാഹ്, രക്ഷ കൊടുക്കണേ തമ്പുരാനെ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടിയിലാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്കും കൊടുക്കല്ലോ അല്ലാഹ്, ഒരു പ്രവാസിക്കും കൊടുക്കല്ലോ അല്ലാഹ്, ഒരു പ്രവാസിക്കും അത്തരം അവസ്ഥ കൊടുക്കല്ലോ തമ്പുരാനെ. ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാഹ്, ആക്സിഡന്റ് അപകട മരണങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്. നടു റോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലോ അല്ലാഹ്, ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലോ അല്ലാഹ്, ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലോ തമ്പുരാനെ. രോഗം തന്ന് ഞങ്ങളൊരു മൂലയിൽ കെടുത്തുന്നൊരവസ്ഥ നൽകല്ലോ അല്ലാഹ്. ഞങ്ങൾ നയിച്ചത് മുഴുവൻ ഹോസ്പിറ്റലിൽ പോയി കെട്ടിവെക്കുന്ന അത്തരം അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലോ അല്ലാഹ്. വിശുദ്ധമാക്കപ്പെട്ട മാസത്തിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അത്തരം അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലോ അല്ലാഹ്. മൂത്രത്തിന് പൈപ്പിട്ട് ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കെടുക്കുന്ന ഒരവസ്ഥ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലോ അല്ലാഹ്, ഞങ്ങൾക്ക് നൽകല്ലോ അല്ലാഹ്. ഈ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു, ഈ ഉപ്പയൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് മക്കള് പറയുന്ന അത്തരം അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ലോ അല്ലാഹ്,
ഞങ്ങളെ കെടുത്തല്ല അല്ലാ, ഞങ്ങളെ കെടുത്തല്ല തമ്പുരാനെ. നീ സംരക്ഷിക്കണേ അല്ലാ, നീ സംരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. നാടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല മക്കളാക്കണേ അല്ലാ, നല്ല മക്കളാക്കണേ അല്ലാ. ഇൽമുള്ള മക്കളാക്കണേ അല്ലാ, ഇൽമുള്ള മക്കളാക്കണേ അല്ലാ. ഞങ്ങളെ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ, ആയിനീങ്ങൾ ആയിനെ തൊട്ട് കാക്കണേ അല്ലാ. ഫത്താനീങ്ങളെ ഫിത്നയെ തൊട്ട് കാക്കണേ അല്ലാ. ളാലിമീങ്ങളെ ദുൽമിനെ തൊട്ട് കാക്കണേ അല്ലാ. മക്രീങ്ങളെ മക്രിനെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ മനസ്സിനെ നീ ശുദ്ധീകരിക്കണേ അല്ലാ. ഹസദില്ലാത്ത, കിബ്റില്ലാത്ത, അഹങ്കാരമില്ലാത്ത മനസ്സാക്കണേ അല്ലാ. ഞങ്ങളെ മനസ്സാക്കണേ അല്ലാ. ഞങ്ങളെ മനസ്സിനെ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ, ധാരാളം ആളുകൾ ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ ഈ മജ്ലിസിനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന, സയ്യിദിയ മജ്ലിസിനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, അവരെ നീ സംരക്ഷിക്കണേ അല്ലാ, അവരെ നീ സംരക്ഷിക്കണേ അല്ലാ, അവരെ നീ കാത്തോളണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിലേക്ക് സഹായങ്ങൾ നൽകുന്ന ആളുകൾ, ഈ വിശുദ്ധമാക്കപ്പെട്ട രാവുകളിൽ ഞങ്ങളെ മജ്ലിസിലേക്ക് സഹായങ്ങൾ നൽകുന്ന ആളുകൾ, അല്ലാഹുവേ, അവരെ നീ കാക്കണേ അല്ലാ. അവർക്ക് രക്ഷാ കവചം നീ ഒരുക്കണേ അല്ലാ. അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കില്ല അല്ലാ, അവർക്ക് ദുരിതങ്ങൾ കൊടുക്കില്ല അല്ലാ, അവർക്ക് വല്ലായ്മകൾ കൊടുക്കില്ല അല്ലാ. അവരെ പോരായ്മകളെ പരിഹരിക്കണേ അല്ലാ, പരിഹരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ മാസം ഖൈറായ നിലയിൽ സാക്ഷി നിൽക്കുന്ന മാസങ്ങളിൽ പെടുത്തണേ അല്ലാ, പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ഈമാൻ പരിപൂർണമാക്കണേ അല്ലാ. ഉപ്പൂപ്പ അഷ്റഫുൽ ഹൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റമേറ്റം ഹുദവി നൽകണേ അല്ലാ, ഹുദവി നൽകണേ തമ്പുരാനെ. ഹബീബായ അഷ്റഫുൽ ഹൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങൾ ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാ. നീ ഔദാര്യം കൊണ്ട് നൽകണേ അല്ലാ, നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. കത്തിക്കരിയുന്ന ഭീകരമായ നരകം ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാ, ഹറാമാക്കണേ തമ്പുരാനെ. ബിസ്മില്ലാഹിൽ അമാനുൽ അമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ളുൽമിസ് സുൽത്താൻ. റഹീമീനായ തമ്പുരാനെ, ഞങ്ങളെ ഫലസ്തീനി സഹോദരങ്ങൾ, അല്ലാഹു, അവർക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാ. ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാ, ശത്രുക്കളെ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹു, അവർക്ക് ഖൈറും ഇസ്സത്തും നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അല്ലാഹു, മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹുവേ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയവരുണ്ട്. അല്ലാഹുവേ, ഖബറിടം അല്ലാഹുവേ സ്വർഗ പൂന്തോപ്പാക്കണേ അല്ലാ, പൂന്തോപ്പാക്കണേ തമ്പുരാനെ. ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഉരുകിത്തീർന്നത് പോലെ ഉരുകിത്തീർന്ന പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉപ്പാന്റെ ഖബർ ജീവിതം നീ റാഹത്തിലാക്കണേ അല്ലാ, നീ റാഹത്തിലാക്കണേ അല്ലാ. കണ്ടെത്താ ദൂരത്തോളം നീ ഖബർ വിശാലമാക്കണേ അല്ലാ. 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണച്ച അമിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണല്ലോ. ഉമ്മാന്റെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, സ്വർഗ പൂന്തോപ്പാക്കണേ അല്ലാ. ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാലത നൽകണേ അല്ലാ, വിശാലത നൽകണേ തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.